എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2025 മെഡിക്കൽ അലൈഡ് കോഴ്സുകളായിട്ടുള്ള ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, അതുപോലെ ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, അതുപോലെ തന്നെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസ്, ബിടെക് ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് ആദ്യം പരിശോധിക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ce.kerala.gov.in കീം 2025 എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം മെഡിക്കൽ എന്നുള്ള ഭാഗത്ത്. അത് ചില സമയം നിങ്ങൾക്ക് ഇതേപോലെ മെഡിക്കൽ എന്ന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ആയുഷ് ഓർ അലൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക്, അതായത് അടുത്ത പേജിലേക്കല്ല, ഒരു PDF ആണ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് വരിക. ഗൂഗിൾ ക്രോം ബ്രൗസറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നേരിട്ട് ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരികയാണ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് കീം 2025 അലോട്ട്മെൻറ്റ് ടു ആയുഷ് ഓർ അലൈഡ് കോഴ്സസ് ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം സീരിയൽ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ മെഡിക്കൽ അലൈഡ് കോഴ്സസിൻ്റെ, അതായത് ആയുഷ് ഓർ അലൈഡ് കോഴ്സസിൻ്റെ റാങ്ക്, അതുപോലെ തന്നെ ഏത് കോളേജിലാണ് കിട്ടിയത്, അതുപോലെ തന്നെ ഏത് കോഴ്സിലാണ് കിട്ടിയത്, അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റിൻ്റെ കാറ്റഗറി, അതാണ് കാൻഡിഡേറ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. അതുപോലെ അലോട്ടഡ് കാറ്റഗറി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് സീറ്റിലാണ്, അതായത് ഏത് ടൈപ്പ് സീറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഇവിടെ നിങ്ങളുടെ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നും കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അലോട്ടഡ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ SM എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ SM എന്ന് വെച്ചാൽ സ്റ്റേറ്റ് മെറിറ്റ് എന്നുള്ളതാണ്, അതായത് എല്ലാ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ് SM എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ SM കൂടാതെ തന്നെ MU കാണാം. MU എന്ന് വെച്ചാൽ മുസ്ലിം കാറ്റഗറിയാണ്. അതുപോലെ Z എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. Z എന്ന് വെച്ചാൽ EO വിഭാഗമാണ്. അതുപോലെ തന്നെ ആ ഒരു വിഭാഗത്തിൻ്റെ റിസർവ് സീറ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് EW എന്ന് പറഞ്ഞുകൊണ്ട് EWS വിഭാഗത്തിൻ്റെ ഇത് കാണാം. LA എന്ന് വെച്ചാൽ ലാറ്റിൻ, കത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ ആണ്. അതുപോലെ പല വിഭാഗത്തിൻ്റെ റിസർവേഷൻ അനുസരിച്ച് അതും കാണാം. അതുപോലെ തന്നെ SM എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ് വഴി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാറ്റഗറി സീറ്റിലാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഇത് അലോട്ടഡ് കാറ്റഗറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഏത് കോഴ്സിലാണ് കിട്ടിയതെന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഏത് ഓപ്ഷനിലാണ് എന്നുള്ളതും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഗൂഗിൾ ക്രോം ബ്രൗസറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നേരിട്ട് ഓപ്പൺ ആയിട്ടാണ് വരിക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗൂഗിൾ ക്രോം ബ്രൗസറിൽ അല്ലെങ്കിൽ ഏത് ബ്രൗസറിൽ ആയിരുന്നാലും സൈഡിലായിട്ട് 3 ഡോട്ട്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഫൈൻഡ് ഇൻ പേജിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഇതിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്ന് നോക്കിയാൽ മതിയാകും. അതേസമയം നിങ്ങൾ PDF ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നതാണെങ്കിൽ PDF വ്യൂവറിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സെർച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതിൽ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് പിന്നീട് ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലും കൃത്യമായിട്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോയും ഡാറ്റ ഷീറ്റും കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ പാസ്വേഡ്, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് നമ്പേഴ്സ് കാണാം, അത് കറക്റ്റായിട്ട് ആക്സസ് കോഡ് എന്നുള്ള ഭാഗത്ത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതും അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൻ്റെ 1, 2, 3 അതായത് ഒരു 3 കോപ്പിയെങ്കിലും എക്സ്ട്രാ എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡാറ്റ ഷീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ആ ഒരു ഡാറ്റ ഷീറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കുക. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് അടക്കേണ്ടത്, അതുപോലെ തന്നെ കോളേജിൽ എത്ര രൂപയാണ് അടക്കേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ആയുർവേദ കോളേജ് അല്ലെങ്കിൽ എയ്ഡഡ് ആയുർവേദ കോളേജ് ആണെങ്കിൽ ഏകദേശം 13,000 സംതിങ് ആണ് വരുന്നത്. 13,000 ആണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹോമിയോപ്പതി ആണെങ്കിൽ 1,200 സംതിങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കി ഏത് കോഴ്സാണെങ്കിലും ഏകദേശം ഒരു 24,000 72,000 സംതിങ് ആണ് വരുന്നത്, 72,000 ആണ് വരുന്നത്. അതുപോലെ തന്നെ വെറ്റിനറി കോഴ്സ് ആണെങ്കിൽ 24,000 ആണ് ഫീസ്, ആനുവൽ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻസ് പരിശോധിക്കാം. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങളുടെ ഒരു രജിസ്റ്റർ നമ്പർ, അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ്, കോഴ്സ്, ഇതുപോലെ എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം പരിശോധിക്കാം. ഇവിടെ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് ആയുഷ് ഓർ അലൈഡ് കോഴ്സസിൻ്റെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കീം 2025 ആയുർവേദ ഓർ ഹോമിയോ ഓർ സിദ്ധ യുനാനി മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. 2025 ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനി അഗ്രികൾച്ചർ ഫോറസ്ട്രി ഫിഷറീസ് വെറ്റിനറി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ് ബിടെക് ബയോടെക്നോളജി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോഴ്സുകളിലേക്കുള്ള ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ www.ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ഹോം പേജിൽ നിന്നും വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കണം. വിദ്യാർത്ഥിയുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ്, അലോട്ട്മെൻറ്റ് ലഭിച്ച കാറ്റഗറി, ഫീസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നിവ വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയതിനാൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആവശ്യമായിട്ടുള്ള കോപ്പികൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കണം. കാരണം പിന്നീട് വല്ല സ്കോളർഷിപ്പോ മറ്റോ ഉണ്ടെങ്കിൽ അതിനൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയും ഡാറ്റാ ഷീറ്റൊക്കെ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവരവരുടെ ഹോം പേജിലെ ഡാറ്റാ ഷീറ്റ് എന്നുള്ള മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് ഡാറ്റാ ഷീറ്റ് പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ്. പ്രവേശനം നേടുന്ന സമയത്ത് ഡാറ്റാ ഷീറ്റ്, അലോട്ട്മെൻറ്റ് മെമ്മോ, പ്രോസ്പെക്ടസ് ക്ലോസ് 11.1 പ്രകാരമുള്ള രേഖകൾ എന്നിവ കോളേജ് അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ള ഫീസ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ അടച്ച് 15/9/2025 മുതൽ 17/9/2025 വൈകുന്നേരം 4 മണിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. അതുപോലെ പടിയാർ ഹോമിയോ കോളേജിലെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിലേക്കുള്ള ഈ ഒരു ഘട്ടത്തിലെ അലോട്ട്മെൻറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്മേൽ വിധേയമായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന SC ST OEC മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, OECക്ക് ലഭ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം ഫീസ് ആനുകൂല്യത്തിന് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികളും ശ്രീചിത്ര ഹോം, ജുവനൽ ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും അഡ്മിഷൻ സമയത്ത് ട്യൂഷൻ ഫീസ് അടക്കേണ്ടതില്ല. എന്നാൽ മേൽപ്പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷം അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ള പ്രകാരമുള്ള ഫീസ് അടക്കേണ്ടതും ഫീസ് ഇളവിന് അർഹത ഇല്ലാത്തതും ആകുന്നതാണ്. ഇടക്കാല കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാകും കിർത്താഡ്സ് പരിശോധന പൂർത്തിയാകാതിനാലും വിവിധ കാറ്റഗറികളിൽ താൽക്കാലികമായി ഇടം നേടിയവരുടെ ക്ലെയിമുകൾ, അലോട്ട്മെൻറ്റുകൾ അന്തിമ കോടതി വിധി അല്ലെങ്കിൽ കിർത്താഡ്സ് പരിശോധനയുടെ അന്തിമ ഫലത്തിൻ്റെയും അടിസ്ഥാനമാക്കിയായിരിക്കും. അതുപോലെ തന്നെ ഇത്തരം വിദ്യാർത്ഥികളുടെ ഈ ഒരു ഘട്ടത്തിലെ അലോട്ട്മെൻറ്റ് താൽക്കാലികമായിരിക്കും. അതുപോലെ തന്നെ ആയുർവേദ, അതുപോലെ ഹോമിയോ, സിദ്ധ, യുനാനി മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള വിജ്ഞാപനം പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ്. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്നതിനും നിലവിലുള്ള ഓപ്ഷൻ പുനഃക്രമീകരിക്കുന്നതിനും ആവശ്യമില്ലാത്ത ഓപ്ഷൻ റദ്ദ് ചെയ്യുന്നതിനുമുള്ള സൗകര്യം ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചവരിൽ നിശ്ചിത സമയത്തിനുള്ളിൽ പ്രവേശനം നേടാത്ത മുഴുവൻ വിദ്യാർത്ഥികളുടെയും അലോട്ട്മെൻറ്റ് റദ്ദാകുന്നതും മെഡിക്കൽ അലൈഡ് സ്ട്രീമിലെ ഹയർ ഓപ്ഷനുകൾ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ ലഭ്യമല്ലാതാകുന്നതും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.